തൂശനില മുറിച്ചു വെച്ചു തുമ്പപ്പൂച്ചോറ് വിളമ്പി. ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് തോന്നുന്നത്? ഇലയിൽ ഇച്ചിരി നാടൻ ചോറൊക്കെ വിളമ്പി കഴിക്കാം അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പൊതിച്ചോറാണ് നോക്കാൻ പോകുന്നത്. ഇന്നൊരു അവധി ദിവസമാണ്. അപ്പൊ ദാനൂട്ടൻ എന്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. ദാനൂട്ടൻ ഒരു പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മളത് ഇല വാട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല നെല്ലിക്ക ചുട്ടരച്ച ചമ്മന്തിയും ബീട്രൂട്ട് തോരനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇറച്ചി വേവിക്കുമ്പോൾ കപ്പയും വെക്കാറുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഇച്ചിരി കപ്പയും ഒരു ചിക്കൻ കാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ആണ്. ഇവൻ ഈ അച്ചാറും മുട്ടയൊന്നും അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ഇച്ചിരി തൈരും അതിൻ്റെ പുറത്ത് അല്പം ഉപ്പും ഇട്ട് കുറച്ച് ചിക്കൻ കറിയും കൂടെ വെച്ചാൽ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറികളൊക്കെ കുറവാണ്, കാരണം ഇവൻ അങ്ങനെ ഇങ്ങനെ കറികളൊന്നും കൂട്ടാറില്ല. തോരൻ, മെഴുക്കുവരട്ടി അങ്ങനത്തെ സൈസൊന്നും കഴിക്കാറില്ല, അതുകൊണ്ടാണ് അതെല്ലാം ഒഴിവാക്കിയത്. അപ്പം നമ്മുടെ സൂപ്പർ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ ശേഷം ഈ ഒരു പൊതിച്ചോറ് എടുത്ത് കഴിച്ചാലുണ്ടല്ലോ, അയ്യവ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ? അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ, സീ യു.